ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഉദയഭാനുവിനോട് നമ്മുടെ മീന് ചോദിക്കുകയാണ്, എന്തൊക്കെയായിരുന്നു താൻ പറഞ്ഞുണ്ടാക്കിയത്? സിംഗപ്പൂരി ബിസിനസ്, മൗറീഷ്യസിൽ ബിസിനസ്, ഓഹോ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഏടത്തി ആ വീട്ടിലേക്ക് അയക്കേണ്ട എന്താവശ്യം ഉണ്ടായിരുന്നത്? അല്ല, ആ വീട്ടിൽ ആരെങ്കിലും തങ്ങളോട് പണമോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ, ദേവി ഒരു നല്ല കുടുംബത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കാനാ. എന്തിന് ആ വീട്ടിൽ ആർക്കെങ്കിലും പണത്തിനോടോ പ്രശസ്തിയോടോ എന്തിനോടെങ്കിലും ആർത്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഏടത്തി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് അറിഞ്ഞാലും ആനന്ദേട്ടൻ കല്യാണം കഴിച്ചേനെ. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെന്ന് അറിഞ്ഞാലും ആ വീട്ടിലുള്ളവർ ഏടത്തിയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചേനെ. പണം കൊണ്ട് ആരെയും അളക്കുന്നവരല്ല ദേവമംഗലത്തുള്ളവർ. പക്ഷെ അവരുടെ എല്ലാവരുടെയും ഹൃദയത്തെ മുറിപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കാം. ഏടത്തെയും 100 കള്ളങ്ങൾ പറയിപ്പിച്ചു. ഏടത്തി ചെയ്തതൊക്കെ ശരിയാണെന്ന് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും ചെയ്തതിന് ഏടത്തിയും നിൽക്കുകയല്ലേ ചെയ്തത് എന്ന് ചോദിക്കാം. മോളെ, ദേവിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചതാ. ദേവി എപ്പോഴും എതിർക്കുക ചെയ്തിരുന്നത് എന്ന് ശ്രീകലയും ഉദയപാനും കൂടി പറയാം. അപ്പം ദേവിയോടെ നിന്ന് കരയുന്ന കാണുന്ന മീനുവിന് സങ്കടം വരും. ഏടത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. ഏടത്തി സത്യാവസ്ഥ മനസ്സിലാക്കണം. ഉടനെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അമ്മയുടെയും ആനന്ദേട്ടൻ്റെയും മനസ്സിൽ വീണ കരടുണ്ടല്ലോ, അത് പതിയെ മാറുള്ളൂ. എങ്കിലും ഏടത്തിക്ക് താങ്ങായിട്ട് ഞാനുണ്ടാകും എന്ന് പറയാം. ഏടത്തി സമാധാനപ്പെട്. ഏടത്തിക്ക് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചോളാം. എങ്ങനെയും ഏടത്തി തിരികെ ദേവമംഗലത്തേക്ക് ഞാൻ എത്തിച്ചോളാം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ദേവിക്കൊരാശ്വാസം ഉണ്ടാവുക. മീനു, നീ എന്നെ കൈവിടില്ലല്ലോ അല്ലേ? നീ എന്നെ ഇനിയും വിളിക്കില്ലേ? എന്നെ കാണാൻ ഇങ്ങോട്ട് വരില്ലേ മീനു? ഉറപ്പായിട്ടും. ഏടത്തി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഏടത്തിയെ ഞങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല. ഏടത്തിക്ക് വേണ്ടി എന്ത് സഹായത്തിനും ഒരു വിളിപ്പാടകലെ ഞാനുണ്ടാകും. എത്രയും വേഗം ഏടത്തിയെ തിരികെ കൊണ്ടുപോകാനായിട്ട് എന്നെക്കൊണ്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാം. അത് കേൾക്കുന്ന ഉദയഭാനുവിനും ശ്രീകലയ്ക്കും സമാധാനമാവുക. അപ്പോൾ ശ്രീകല പറയും, മോളെങ്കിലും ദേവി അന്വേഷിച്ചിങ്ങോട്ട് വന്നല്ലോ, ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് പറയാം. ഞാൻ ഇറങ്ങട്ടെ ഏടത്തി, എനിക്കിന്ന് ഓഫീസിൽ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അതിനിടയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ശരി, നീ പൊയ്ക്കോ മീനു എന്ന് ദേവി പറയാണ്. പെട്ടെന്ന് ആകാശ് മീനുവിനെ വിളിക്കുക. മീനു, നീ ഇതെവിടെയാ എന്ന് ആകാശ് ചോദിക്കുക. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ വീട്ടിലാ എന്ന് പറയാം. ഓ, അപ്പോഴേക്കും പെട്ടെന്ന് ശ്രീകല, മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് പറയാം. അത് ആകാശ് കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മീനു ടെൻഷനോടെ വേണ്ട എന്നുള്ള രീതിയിൽ കൈ കാണിക്കും. അത് ആരുടെ ശബ്ദമാണ്? ആരും അവിടെ സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഈ വീട്ടിലെ ആൾക്കാരെ ആകാശ് എന്ന് പറയാം. ആകാശ് എന്താ വിളിച്ചത്? ഞാൻ ഇന്ന് ഓഫീസിലേക്ക് ആ വഴിക്ക് വരുന്നുണ്ട്, നിന്നെ കാണാൻ കയറുന്നുണ്ടെന്ന് പറയാൻ വിളിച്ചതാ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ശരി ആകാശേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം. ആകാശ് ചിലപ്പം ഓഫീസിലേക്ക് കയറി വരും. എന്നെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങട്ടെ എന്ന് ചോദിക്കാം. അപ്പം മീനുവിൻ്റെ അടുത്തേക്ക് ദേവി ചെല്ലുക. എന്താ ഏടത്തി ഇത്? ഉറപ്പായിട്ടും വിളിക്കും. ഏടത്തി ഞാനങ്ങനെ മറന്നു കളയോ? ഏടത്തി ടെൻഷനാകാതെ സമാധാനമായിട്ടിരിക്കുക എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം കൃഷ്ണമംഗലത്ത് അച്യുതൻ ഒരു പാക്കറ്റ് ലഡുവൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാവരെയും വിളിക്കാം. രാജശ്രീ, അമ്മേ ഇങ്ങോട്ട് വന്നേ, എടാ ധർമ്മ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാളിലേക്ക് വരിക. എന്താ ഏട്ടാ, എന്തിനാ വിളിച്ചത് എന്ന് ധർമ്മൻ ചോദിക്കാം. ആദ്യം തന്നെ അമ്മേ ഇതിൽ നിന്ന് ഒരു ലഡു എടുത്തേ എന്ന് പറയാം. ലഡുവോ? എന്താടാ കാര്യം? നീ എന്താ ലഡുവൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ? പെട്ടെന്ന് ആലോകം ചോദിക്കും. എന്താ അച്ഛാ കാര്യം? ലഡുവൊക്കെ തരാൻ മാത്രം എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാം. അതോ, നിങ്ങളാരും എടുക്കുന്നില്ലെങ്കിലേ ഞാൻ തന്നെ ഒരെണ്ണം എടുത്ത് ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ലഡു എടുത്ത് അച്യുതൻ സ്വയം കഴിക്കുക. എന്നിട്ട് ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലാം. എടാ, നീ ഒരു ലഡു എടുക്കടാ, നീയാ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആള് എന്ന് പറയാം. എന്താ ഏട്ടാ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ധർമ്മൻ ഒരു ലഡു എടുക്കുകയാണ് കേട്ടോ. അത് എല്ലാവരും വന്നല്ലോ, എങ്കിൽ പിന്നെ ഞാൻ ആ സസ്പെൻസ് അങ്ങ് പൊളിച്ചേക്കാം. നാളെ ധർമ്മൻ്റെ കടയുടെ ഉദ്ഘാടനമാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കാം. കടയുടെ കാര്യങ്ങളൊക്കെ ഇത്ര വേഗം റെഡിയായോ അച്ചുവേട്ടാ എന്ന് രാജശ്രീ ചോദിക്കുക. പിന്നല്ലാതെ ഈ അച്യുതനൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാം എത്രയും വേഗം റെഡി ആയിരിക്കും. അമ്മയുടെ പേരാ കടക്കിട്ടിരിക്കുന്നത്, ഇന്ദ്ര സ്റ്റോഴ്സ്. അമ്മ തന്നെയാണ് നാളെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനും പോകുന്നത്. അത് കേൾക്കുമ്പോൾ ഇന്ദ്രാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അല്ല ഏട്ടാ, കടയുടെ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പം ഞാൻ ഇതുവരെയും കട കണ്ടില്ലല്ലോ, എവിടെയായിട്ടാ കട? അതൊക്കെ സർപ്രൈസ്. നാളെ രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയി
പൂജയൊക്കെ നടത്തേണ്ടതാ. അതുകൊണ്ട് എല്ലാവരും നേരത്തെ എഴുന്നേക്കണം. നാളെ നിനക്ക് കട കാണാലോ. ഇനി എന്നും അത് നിന്റെ കയ്യിലല്ലേ എന്ന് അപ്പം അച്യുതൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം എന്നാലും ഏട്ടാ ഞാനൊന്ന് കാണണ്ടേ എന്ന് പറയാം. എടാ ഇനി എന്താ കാണാനിരിക്കുന്നേ, കടയുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയതാ. നാളെ ഉദ്ഘാടനം കഴിയുമ്പം നീ കണ്ടാൽ മതി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ധർമ്മം പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പെട്ടെന്ന് സുകന്യ പറയും, അതെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ സഹായം ചെയ്തു തന്ന അച്ചുവേട്ടൻ്റെ ഈ മനസ്സ് അതൊരിക്കലും ഞാൻ കാണാതിരിക്കില്ല. അച്ചുവേട്ടനോട് ഞാനും എൻ്റെ ധർമ്മേട്ടനും എന്നും കടപ്പെട്ടിരിക്കും എന്ന് പറയാം. ഞങ്ങൾക്ക് വേണ്ടി അച്ചുവേട്ടൻ എത്രമാത്രം റിസ്ക്കാണ് എടുത്തത്. അച്ചുവേട്ടന് ധർമ്മേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോൾ ഇന്ദിരാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുക. ഇന്ദിരാമ്മ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുക. മോനെ ധർമ്മ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിടാ. അത് കടയുടെ പേര് ഇന്ദിരാ സ്റ്റോഴ്സ് എന്നായതുകൊണ്ടോ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ടോ ഒന്നുമല്ല. എൻ്റെ ധർമ്മനും സ്വന്തമായിട്ടൊരു കട, നിനക്കും കുടുംബത്തിനും ജീവിക്കാൻ ഒരു ഉപജീവന മാർഗം അതായല്ലോ. അതിലമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയെങ്കിലും എൻ്റെ മോൻ സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴും ധർമ്മൻ ആകെ കൺഫ്യൂഷനാണേ. ഏട്ടൻ എന്താ കട എവിടെയാണെന്ന് തന്നോട് പറയാത്തത്? ഏട്ടൻ തന്നിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ധർമ്മൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ല ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും നിൽക്കണമെന്നില്ല. അപ്പം നാളെ രാവിലെ കാണാം. ഞാനേ അകത്തേക്ക് ചെല്ലട്ടെ. അല്ല ഏട്ടാ കട എവിടെയാണെന്നെങ്കിലും ഒന്ന് പറ. നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നാളെ ഉദ്ഘാടനത്തിന് നീ കണ്ടാൽ മതി കടയെന്ന്. എന്താ നിനക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലേ? ഈ ഏട്ടൻ നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെയല്ല ഏട്ടാ, കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം സുകന്യ പറയും, എൻ്റെ ധർമ്മേട്ട അച്ചുവേട്ടൻ ഇത്രയും വലിയൊരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പം ആ അച്ചുവേട്ടനെ നമ്മൾ വിശ്വസിക്കുമല്ലേ ചെയ്യേണ്ടത്? നാളെ തൊട്ട് ആ കട നമ്മുടെ കയ്യിലല്ലേ, പിന്നെ എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാലോ എന്ന് സുകന്യ പറയാം. ധർമ്മേട്ടൻ ഇങ്ങനെ പലതും പറയും. അതൊന്നും അച്ചുവേട്ടൻ കാര്യമാക്കണ്ട എന്ന് പറയാം. അപ്പോൾ എല്ലാവരും എന്നാൽ ശരി രാവിലെയൊക്കെ എഴുന്നേൽക്കേണ്ടതല്ലേ, നാളെ നമുക്ക് രാവിലെ കാണാം, ക്ഷേത്രത്തിലും പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് അവരുടെ റൂമിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. ഇതേ സമയം ധർമ്മനാകെ കൺഫ്യൂഷനിലാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു നിമിഷമാണ് നാളെ നടക്കാൻ പോകുന്നത്. അക്കാര്യം ദേവമംഗലത്തുള്ളവരോട് പറയണ്ടേ, അളിയനോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികേടായി പോകില്ലേ എന്നൊക്കെ പല ചിന്തകളും ധർമ്മൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ മീനു ആണെങ്കിൽ മിത്രയുടെ റൂമിലേക്ക് കയറി ചെല്ലാം. മിത്ര അവിടെ ഇരുന്ന് പഠിക്കുക. എടി മിത്രേ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മീനു ചേച്ചി എന്ന് പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് തന്നെ മിത്ര ചോദിക്കുക. ഞാനിന്ന് ദേവിയേടത്തെ കാണാനായിട്ട് പോയി. നീ ഇക്കാര്യം ആരോടും വെറുതെ പോലും പറഞ്ഞേക്കരുത് ഇവിടെ. ഏടത്തിയുടെ വീട്ടിൽ പോയെന്നോ എന്ന് മിത്ര ഒച്ചത്തിൽ ചോദിക്കുമ്പോൾ ഹിടി പെണ്ണെ പയ്യെ പറയടി എന്ന് മീനു പറയും. അല്ല ഏടത്തിയുടെ വീട്ടിൽ പോയോ മീനു ചേച്ചി? പോയി. ഏടത്തിയുടെ അവസ്ഥ പാവം തോന്നി. ഏടത്തി എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് വാശിയില്ല. അത്രയേറെ സങ്കടത്തിലാണ് ഏടത്തിക്ക് നമ്മൾ ആരും ഇല്ലാത്ത ജീവിക്കാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. ഏടത്തിയുടെ അവസ്ഥ കണ്ടപ്പം എനിക്ക് ശരിക്കും സഹതാപം തോന്നി. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാമെന്ന് ഏടത്തിക്ക് വാക്കും കൊടുത്തിട്ടുണ്ട് എന്ന് മീനു പറയാം. അപ്പം മിത്രയ്ക്കും പാവം തോന്നിട്ടോ. പാവം ഏടത്തിയുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിൻ്റെ ഫലം ഏടത്തിയല്ലേ അനുഭവിക്കുന്നത്. സത്യം പറഞ്ഞ ആനന്ദേട്ടനും അപ്പച്ചിക്കും ഒക്കെ ഏടത്തിയോട് ക്ഷമിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന മീനു പറയും, അവരെ കുറ്റം പറയാൻ പറ്റുമോ? അമ്മയും അച്ഛനും എത്രമാത്രം ഏടത്തിയെ സ്നേഹിച്ചതാ, വിശ്വസിച്ചതാ. ആനന്ദേട്ടനും സ്വന്തം ഭാര്യയെ അത്രയേറെ കണ്ണു അടിച്ച് വിശ്വസിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ള ഭാര്യ ഇത്രയും വലിയ കള്ളങ്ങളൊക്കെ തന്നോട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏത് ഭർത്താവിനാ അത് പിന്നീട് സഹിക്കാനായിട്ട് സാധിക്കുക? ആ വ്യക്തിക്ക് വിശ്വാസവേ നഷ്ടപ്പെട്ടതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ മിത്രേ എന്ന് ചോദിക്കാം. അപ്പം മിത്ര പറയും, അതും ശരിയാ. പക്ഷേ ഏടത്തി ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുള്ളൂ. നല്ലത് പറഞ്ഞു കൊടുത്ത് മക്കളെ നേർവഴിക്ക് നയിക്കുന്ന ഒരച്ഛനും അമ്മയല്ല ഏടത്തിയുടെ അച്ഛനും അമ്മയും. ആ ഉദയഭാനും ശ്രീകലാൻ്റെയും അവരെന്തും ചെയ്യും, എത്ര തറ വേല വേണമെങ്കിലും ചെയ്യും. ഏടത്തിക്ക് അവരെ എതിർത്തൊരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കേയില്ല എന്ന് മിത്ര പറയാം. അതൊക്കെ നേരാ. പക്ഷെ ഉടനെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. ഇവിടെ അമ്മയുടെ മനസ്സെന്താണെന്ന് നിനക്കും കൂടെ അറിയാം. ആനന്ദേട്ടനും എന്തേലും തീരുമാനിക്കണം. അമ്മയുടെ മനസ്സിൽ മാറ്റം വരണമെങ്കിൽ ആനന്ദേട്ടൻ ഒരു നിലപാടെടുക്കണം. ഏടത്തിയെ തിരികെ കൊണ്ടുവരണമെന്ന് ആനന്ദേട്ടൻ പറഞ്ഞാൽ മാത്രമേ ഇനി എന്തെങ്കിലും സംഭവിക്കുള്ളൂ എന്ന് മീനു പറയണം കേട്ടോ. അപ്പം ഇത്രയും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. പാവോ ഏടത്തി എന്ന് പറയാം. പെട്ടെന്ന് ദേവി മീനുവിനെ ഫോൺ വിളിക്കുക. എന്താ ഏടത്തി എന്ന് ചോദിക്കുക. മീനു, എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചതാ. ഈ വീട്ടിൽ ഇങ്ങനെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. നിങ്ങൾ ആരും ഇല്ലാതെ
എനിക്ക് അല്പം പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറയാം. ഏടത്തി, നമ്മളെല്ലാം ഇന്ന് സംസാരിച്ചതല്ലേ, ഏടത്തെ കാണാൻ ഇടയ്ക്ക് ഞാൻ വരാം, ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യാം എന്ന് പറയാണ്. അപ്പം ഇത്രയും ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. മോളെ പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് മീനു എന്ന് വിളിച്ചോണ്ട് വരിക. അല്ല, നീ ഇത് ആരോടാ സംസാരിക്കുന്നത്, ഏടത്തി എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ എന്ന് പറയാ. അയ്യോ അമ്മേ, അതെൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഫ്രണ്ടിന് നീ ഏടത്തി എന്നാണോ വിളിക്കുന്നത്? അത് ഫ്രണ്ടിൻ്റെ ഏടത്തി അവിടെയുണ്ട്, ഏടത്തിയും എനിക്ക് പരിചയമുണ്ട്, ആ ഏടത്തിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞതാ എന്ന് പറയാം. അങ്ങനെയാണെ നിനക്ക് കൊള്ളാം എന്ന് പറയാം. അല്ല അമ്മ എന്താ ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ കാണാത്തതുകൊണ്ട് ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാ എന്ന് ഗോമതി പറയൂട്ടോ. ഞങ്ങളിപ്പോൾ വന്നോളാം അമ്മേ, ഞാൻ വെറുതെ ഈ മിത്രയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നതാ എന്ന് മീനു പറയേ. അപ്പം അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ദേവിക്ക് പേടിയാവുകയാണ്. അപ്പം ഏടത്തി, ഞാൻ എന്നാലേ പിന്നെ കാണാട്ടോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണേ. എന്നാൽ എപ്പോഴും ഗോമതിയുടെ സംശയമൊന്നും തീർന്നിട്ടില്ല. നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട് തന്നെയാണല്ലോ അല്ലേ സംസാരിച്ചത് എന്ന് ചോദിക്കാം. അതെ അമ്മേ, അല്ലാതെ ഞാൻ ആരോട് സംസാരിക്കാനാ എന്ന് പറയാം. അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അപ്പം മീനും ഇത്രയും പരസ്പരം നോക്കുക. പാവം ഏടത്തിക്ക് നല്ല ടെൻഷനുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നത് എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ ധർമ്മനാണെങ്കിൽ കൃഷ്ണമംഗലത്തിൻ്റെ മതിൽ ചാടി ദേവമംഗലത്തേക്ക് വരിക. അതേസമയം തന്നെ വീടിൻ്റെ പുറത്ത് ബാലനും നിൽപ്പുണ്ട്. അപ്പോൾ ധർമ്മം വരുന്നത് ബാലൻ കാണുന്നുണ്ട് കേട്ടോ. അളിയൻ അവിടെ നിൽപ്പുണ്ട്. അളിയനോടെങ്കിലും കടയുടെ ഉദ്ഘാടനത്തിൻ്റെ കാര്യം പറയണ്ടേ എന്നോർത്തുകൊണ്ട് അടുത്തേക്ക് ചെല്ലാനായിട്ട് തുടങ്ങുക. പെട്ടെന്ന് അച്യുതൻ ഇത് കാണുന്നുണ്ട്. അച്യുതൻ അവിടെ നിന്ന് വിളിക്കുക. എടാ ധർമ്മ, നീ ഇതെവിടെയാ എന്ന് പറയാ. പെട്ടെന്ന് അച്യുതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് ധർമ്മൻ അവിടേക്ക് പോവാ. നീ എവിടെ പോയതായിരുന്നു? ഞാൻ വെറുതെ ഇതിലൂടെയൊക്കെ നടക്കുമായിരുന്നു. എടാ ധർമ്മ, നിന്നെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെയുള്ള എന്നോട് നീ കള്ളം പറയാൻ നിൽക്കരുത്. നീ ഇപ്പം പോയത് എങ്ങോട്ടാണെന്നൊക്കെ ചിന്തിക്കാനുള്ള ബോധം ഈ അച്യുതനുണ്ട്. നീ ആ ബാലൻ്റെ അടുത്തേക്ക് പോയതല്ലേടാ എന്ന് ചോദിക്കുക. അത് പിന്നെ ഏട്ടാ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്കിപ്പോൾ അവരോടുണ്ടായിട്ടുള്ള ഈ ചായ്വ്, അതൊന്നും അത്ര നല്ലതല്ല. നീയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നോർത്ത് ഞാൻ ഇത്രയൊക്കെ ചെയ്തു തരുന്നതിൻ്റെ ഒരു നന്ദി പോലും നിനക്ക് എന്നോടില്ലല്ലോ. നാളെ നിൻ്റെ ജീവിതത്തിലെ ഒരു നല്ല കാര്യമായതുകൊണ്ട് മാത്രം കൂടുതൽ പ്രശ്നത്തിന് ഞാൻ വരുന്നില്ല. പക്ഷെ മേലാൽ ആ ദേവമംഗലത്തുള്ളവരോട് മിണ്ടി നിൽക്കുന്നത് കണ്ട ഈ അച്യുതൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നീ അറിയും. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഏട്ടൻ വെറുതെ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട എന്ന് അപ്പം ധർമ്മം പറയാം. ഞാൻ വായിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിന്റെ മനസ്സിലിരിപ്പും എനിക്കറിയാം. പക്ഷേ എന്നെ തോൽപ്പിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഈ അച്യുതൻ ആരാണെന്ന് നീ അറിയും. അനിയനാണെന്നുള്ള ബന്ധമൊന്നും പിന്നെ ഈ അച്യുതൻ നോക്കില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. അപ്പം ധർമ്മന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഏട്ടനെ പിണക്കിക്കൊണ്ട് ഒന്നും ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിൽ ധർമ്മൻ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ബാലന് മനസ്സിലാകുന്നുണ്ട് ധർമ്മൻ തന്നോട് എന്തോ പറയാനായിട്ട് വന്നതാണ്. പക്ഷെ അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ബാലനും മനസ്സിലാകുന്നില്ല. ഇതേസമയം നമ്മുടെ ആനന്ദ് റൂമിലിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദിൻ്റെ അടുത്തേക്ക് മീനു കയറി ചെല്ലുക. അപ്പം മീനുവിനെ കാണുമ്പം ആനന്ദ് ചോദിക്കും, എന്താ മോളെ, നീ എന്താ ഈ റൂമിലേക്ക്? ഞാൻ വെറുതെ ആനന്ദേട്ടൻ എന്തെടുക്കുവാണെന്ന് അറിയാൻ വന്നതാ. അത് കള്ളം പറയുന്നതാ. നീ ഒരു കാര്യമില്ലാതെ ഈ റൂമിലേക്ക് കയറി വരില്ലെന്ന് എനിക്കറിയാം മീനു. എന്താണെന്ന് പറ, നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കാം. അത് പിന്നെ ആനന്ദേട്ടാ, ഞാൻ പറയുന്നത് ആനന്ദേട്ടൻ തെറ്റായിട്ടൊന്നും എടുക്കരുത്. ഇല്ല, നിനക്ക് എന്തും എന്നോട് തുറന്നു പറയാം. എന്താണ് നിൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറയാം. അത് പിന്നെ ആനന്ദേട്ട, ദേവിയെടുത്തി ആനന്ദേട്ടനോട് ചെയ്തതൊക്കെ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. അതെല്ലാം തെറ്റുകളാണ്. പക്ഷേ ദേവിയെടുത്തി അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യം അത് നമ്മൾ കണക്കിലെടുക്കണ്ടേ? ദേവിയെടുത്തിയുടെ അച്ഛനും അമ്മയും അവരെത്രക്കാരാണെന്ന് ആനന്ദേട്ടന് നന്നായിട്ട് അറിയാവുന്നതല്ലേ? ആ പാവത്തിനെ കൊണ്ട് ഓരോന്നൊക്കെ അവർ ചെയ്യിപ്പിച്ചതാ. അതിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഏടത്തി ഒരു പാവമല്ലേ? നമ്മളെ എല്ലാവരെയും എന്ത് ഇഷ്ടമായിരുന്നു. ആനന്ദേട്ടനെയും ഒരുപാട് സ്നേഹിച്ചതല്ലേ എന്ന് പറയാം. അപ്പം ആനന്ദ് പറയും, മീനു, സ്നേഹം മാത്രം പോരെ മോളെ ജീവിക്കാൻ, വിശ്വാസം ഒന്നുണ്ട്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വ്യക്തിയോട് നമുക്ക് ഒരു രീതിയിലുമുള്ള അടുപ്പം തോന്നത്തില്ല. ഞാനും അങ്ങനൊരവസ്ഥയിലാണ്. ദേവിയെ ഒരുപാട് ഞാൻ വിശ്വസിച്ചതാ, സ്നേഹിച്ചതാ. പക്ഷെ എൻ്റെ വിശ്വാസത്തെയും സ്നേഹത്തെയും ഒക്കെയാണ് അവൾ മുതലെടുത്തത്. എന്നോട് അല്പമെങ്കിലും സ്നേഹം അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും എന്നോട് ഈ ചതി ചെയ്യില്ലായിരുന്നു. അവൾ എന്നോട് പണ്ടേ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേനെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയ കാലഘട്ടത്തിലെങ്കിലും അവൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൾ സത്യം പറഞ്ഞേനെ. അങ്ങനെയൊന്ന് അവൾ ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പം മീനുവിന് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുക. എന്നാലും ഏടത്തി അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പം ഓരോ കള്ളത്തിന് മേൽ കള്ളങ്ങൾ അതിന് പറയേണ്ടി വന്നതാ. അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മളത് മനസ്സിലാക്കേണ്ട ഏട്ടാ. ഏതു വ്യക്തിക്കും ഒരു തവണയും കൂടി നമ്മൾ ഒരു ചാൻസ് കൂടി കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് മീനു വീണ്ടും പറയാണ്. ഏടത്തി ശരിക്കും ഒരു പാവമാണ്. ആ അച്ഛനും അമ്മയും ഏടത്തെ കൊണ്ട് ഓരോ കുഴിയിൽ ചാടിക്കും
ചോദിക്കുന്നതല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആനന്ദ് മീനു പറയുന്നതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ട് നിൽക്കുന്നുണ്ട്. മീനുവിനും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ, അതിനുശേഷം തനിക്ക് പറയാനുള്ളത് മീനുവിനോട് പറയാം എന്നുള്ള രീതിയിൽ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.